എനിക്ക് ആ വിഷ്വൽസ് കണ്ടുകൊണ്ടാണ് ഞാനത് വായിച്ചത്. യാത്ര ചെയ്യുമ്പോ തന്നെ ഇത് വായിക്കുമ്പോ തന്നെ എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇത്രയും ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? ഇഷ്ടപ്പെട്ട ഓഫ് കോഴ്സ് എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റുന്ന അത്രയും ഡെപ്ത് ഉള്ള ഒരു പിന്നെ കഥാപാത്രമാണ് ഈ പ്രഗ്നന്റ് വിഡോയിൽ എനിക്ക് കിട്ടിയത്. അതായിരിക്കും ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം അത്. പിന്നെ പടം കാണാതെ തന്നെ പോസ്റ്ററുകളിൽ കൂടെയും പിന്നെ മൂവി കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ആയപ്പം ചാനലുകളിലൊക്കെ വാർത്തയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും അതിലെ ചെറിയ ബൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് പോലും പിന്നെ നമ്മളെ വിളിച്ച് ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്തു. ഡയറക്ടേഴ്സും ഒക്കെ ആയാലും സ്റ്റേറ്റും നാഷണൽ അവാർഡുകൾക്കൊക്കെ ഇത് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അതിലെ ചെറിയ ഒരു കട്ടിങ്സ് അല്ല ആ ഒരു ഇത് കണ്ടിട്ട് പോലും അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സാധനമല്ലേ. കൽക്കട്ടയിലാണേലും നമുക്കത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങളാണ്. ഇപ്പം രസകരമായ അനുഭവങ്ങളാണ്. അനുഭവങ്ങളാണ്. ഇപ്പം നമ്മളിപ്പം ഷോ കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ചിൽ ഇരിക്കുമ്പോൾ VIP ലോഞ്ചിൽ വന്നിരിക്കുമ്പോ അവിടെ മറ്റു സെലക്ട് ആയ മൂവീസിന്റെ ഡയറക്ടേഴ്സും ജൂറിയും ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ഒരു പിന്നെ നമ്മുടെ ഗൗതം ഘോസ്, അദ്ദേഹം ആക്ടറാണ്, സിനിമാറ്റോഗ്രാഫറാണ്, ഡയറക്ടറാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ ലോഞ്ചിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടേക്ക് വന്നിരിക്കുന്നു. പിന്നെ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം എനിക്കും മനസ്സിലായി എനിക്ക് ആളെ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പെട്ടെന്ന് അദ്ദേഹം എന്റെ അടുത്ത് ഫെമിലിയർ ആയിട്ട് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. എന്റെ അടുത്ത് ഡയറക്ടറും പിന്നെ റൈറ്ററും ഒക്കെ ഉണ്ടായിരുന്നു, ഉണ്ണിസാറും രാജസാറും ഉണ്ടായിരുന്നു. അപ്പൊ സാറ് അവര് പറഞ്ഞു എന്റെ പടത്തിന്റെ ഹീറോയിൻ ആണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ പടം കണ്ടിരുന്നു, അതാണ് എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചേർത്ത് പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും ആ ഒരു മൊമെന്റ്സ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേയില് നമ്മള് ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ വേറൊരു പിന്നെ ഒഫീഷ്യല് നമ്മളെ കണ്ട് എവിടെയോ പരിചയമുണ്ടെന്ന് അവരുടെ അവിടുത്തെ ലാംഗ്വേജില്, ബംഗാളി ലാംഗ്വേജിൽ നമ്മുടെ ഇത് സംസാരിക്കും. അപ്പൊ എനിക്ക് എന്താണ് പറയുന്നത് മനസ്സിലായില്ല. ഹിന്ദി ആയിരുന്നേ എനിക്ക് മനസ്സിലായേനെ. അപ്പോഴാണ് ഡയറക്ടർ പിന്നെ പറയുന്നത് നമ്മുടെ മൂവിയിലെ ഹീറോയിൻ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ പടം കണ്ടിരുന്നു, അതാണ് എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നിയത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സജൽ ദത്ത, അതുപോലെ ജൂറിയിൽ പെട്ട ആളുകളൊക്കെ നമ്മളെ പിന്നെ മനസ്സിലാക്കി നമ്മുടെ അടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ സ്ക്രീനിങ്ങിലാണേലും 3 സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ആദ്യത്തെ പിന്നെ മൂവി സ്ക്രീനിങ് കഴിഞ്ഞിറങ്ങിയപ്പോ അവിടെയുള്ളവരൊക്കെ വരികയും ജസ്റ്റ് വന്ന് നമ്മുടെ അടുത്ത് നന്നായിരിക്കുന്നു എന്ന് പറയുന്നതിലുപരി നമ്മുടെ അടുത്ത് വന്നിട്ട് അവര് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് ലേഡീസും ഉണ്ട്, അല്ലാതെ നമ്മള് ചേട്ടന്മാരും പിള്ളേരും പല പ്രായത്തിലുള്ളതാണ് ഉള്ളവരായിരുന്നു അവിടുത്തെ ഓഡിയൻസ് ആയിട്ട് വന്നവരൊക്കെ. അവരൊക്കെ എല്ലാരും ഒരു 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 എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരികയും അവർക്ക് ഫീൽ ചെയ്തത് അതേപടി നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യും. ചിലര് നന്നായെങ്കിലും ചിലവർക്ക് പറയാൻ മടിയുണ്ടാകും, പക്ഷെ വന്ന് എക്സ്പ്രസ് ചെയ്യും. അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എന്റെ കൺട്രോൾ പോയി, ഞാൻ ഇവിടെ നിന്ന് കരയാൻ തുടങ്ങി. കാരണം നമുക്ക് ചിലർക്ക് നമ്മൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ട്, മലയാളത്തിലാണ് ഡയലോഗുകളെല്ലാം പോകുന്നത്, സബ് ടൈറ്റിൽ ഉണ്ട്. സബ് ടൈറ്റിലും ഇംഗ്ലീഷ് അറിയാത്തവരും അവിടെയുണ്ട്. അവരൊക്കെ കണ്ടിട്ട് ഈ ഒരു കാര്യം ജസ്റ്റ് ആ ഒരു വിഷ്വലി കൂടെ അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റി. അത് കണ്ടിട്ട് അവർക്കത് ഇത് ചെയ്തുകൊണ്ടാണല്ലോ ആ ഒരു ഇത് ആക്ടിംഗ് ആണ്, സിനിമയാന്ന് അറിഞ്ഞിട്ടും വന്ന് നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞു പറയുമ്പോഴത്തേക്കും നമുക്കത് അത്ര ട്രാൻസ്പെറന്റ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്ന ആ ഒരു ക്യാരക്ടർ എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. ഒരു ആർട്ടിസ്റ്റ് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ്സ് അതൊക്കെയാണല്ലോ. പിന്നെ മൂന്നാമത്തെ സ്ക്രീനിങ് ആയപ്പോൾ നമുക്കൊരു 150 എബോ ആളുകൾ കൊള്ളുന്ന തിയേറ്റർ ആയിരുന്നു. തറയിലൊക്കെ ഇരുന്നിട്ടാണ് ആളുകൾ, കാരണം ആദ്യത്തെ 2 ഷോയിൽ പറഞ്ഞ് കേട്ട് അറിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു. അവിടെ കുറച്ച് കൊൽക്കട്ട മലയാളീസ് ഉണ്ടായിരുന്നു, അവരും അറിഞ്ഞു വന്നിട്ട് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ഗസ്റ്റ് പാസ് ഉണ്ടായിരുന്നു, നമ്മൾ താഴെ വേറൊരാളെ വിട്ട് ആ പാസ് കൊടുത്തിട്ടൊക്കെയാണ് അവർക്ക് കയറാനായിട്ട് പറ്റിയത്. അപ്പൊ അതൊക്കെയാണല്ലോ 3 സ്ക്രീനിങ് ഉള്ളതിലും സന്തോഷിക്കാനുള്ള നമുക്കുള്ള മൊമെന്റ്സ് ആയിരുന്നു അത്. ഈ ഫിലിമിനകത്ത് പ്രഗ്നന്റ് വീഡോയ്ക്കകത്ത് പ്രഗ്നൻസി ഇതുവരെ പ്രഗ്നന്റ് ആവാത്ത അടുത്ത് എങ്ങനെ ഈ പ്രഗ്നൻസി സ്റ്റേറ്റിനെ ഇത്ര ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എങ്ങനെ അത് ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട് അത് ആരുടെങ്കിലും അടുത്തൊന്നും കണ്ട് അഡ്വൈസുകൾ എടുത്തിരുന്നു, അതോ നമ്മുടെ ഡയറക്ടറിന്റെ തന്നെ അഡ്വൈസുകളായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 ദിവസം മുന്നെയാണ് പൂജയ്ക്കും 2 ദിവസം എന്ന് പറയാൻ പറ്റില്ല, 2 ദിവസം തികച്ചില്ല മുന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്നത്. പക്ഷെ സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോ ഒരു
42 kg നിൽക്കുന്നത്. ഉം. അപ്പൊ കുറച്ചുകൂടെ കുറയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ആ ദാരിദ്ര്യം അങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കാൻ പറ്റും. നമുക്ക് ലുക്കിൽ കൂടെ കുറച്ച് കൺവേ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് ഫുഡ് പിന്നെയും കൺട്രോൾ ചെയ്തിരുന്നു. അതാണ്. അതല്ലാതെ വേറെ 2 ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലാതെ എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല എന്നുള്ള എന്റെ മനസ്സിലെ ഒരു അല്ല ഒരു തോന്നൽ വെച്ചിട്ട് ആ ഒരു ഇതിൽ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചു എന്നല്ലാതെ ബ്ലാങ്ക് ആയിട്ടാ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റ് മെയിൽ ചെയ്യുന്നത്. ഞാൻ തലേദിവസമാണല്ലോ എന്നോട് പറയുന്നത്. ഞാൻ അന്ന് വായിക്കാൻ പറ്റില്ലല്ലോ. പിറ്റേ ദിവസം രാവിലെയുള്ള യാത്രയിൽ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ കഥ വായിക്കുന്നത്. ഒരു പ്രാവശ്യമാണ് ഞാൻ ആ കഥ വായിച്ചത്. പക്ഷെ എനിക്കറിയില്ല ആ കഥ എഴുതിയിരിക്കുന്ന ആ ഒരു രീതിയുടെ ആണോ എന്താന്നറിയില്ല. ഞാൻ വായിക്കുമ്പം എനിക്ക് ആ വിഷ്വൽസ് കണ്ടുകൊണ്ടാണ് ഞാനത് വായിച്ചത്. ഞാൻ വായിക്കുമ്പോ തന്നെ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ തന്നെ ഇത് വായിക്കുമ്പോ തന്നെ എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അത് പല കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ കഥാപാത്രം കിട്ടിയല്ലോ. പിന്നെ ആ എഴുത്തിൽ കൂടെ തന്നെ എനിക്ക് ആ എന്റെ കണ്ണ് വായിച്ചപ്പോ അത് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം അത്ര ശക്തമായെന്ന് എനിക്ക് അപ്പൊ തന്നെ തോന്നിയിരുന്നു. എന്റെ അടുത്ത് ഇവര് പറഞ്ഞപ്പം അത്രയും ഞാൻ വിചാരിച്ചില്ല. വായിച്ചപ്പോഴാണ് എനിക്ക് അത്രയും വിചാരിക്കുന്നത്. നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ. നമ്മുടെ മുന്നിൽ കൂടെ അതിന് മുന്നേ പല പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ നമ്മുടെ മുന്നിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ അവരുടെ ഒരു അവശതയും അവരെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാലക്കാട് ഒരു ഒരു ക്യാമ്പസിൽ നമ്മൾ പിന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എൻട്രൻസ് എക്സാമിന് വന്ന കുട്ടികൾ, അവരുടെ കൂടെ വന്ന പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവരുടെ മുന്നിൽ കൂടെ ഇങ്ങനെ വരുമ്പോ അതിൽ പലരും നമ്മളെ ഒരു റിയൽ പ്രഗ്നന്റ് ലേഡി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ നോക്കുന്നു. ചിലർ പറയുന്ന മോളെ ഇച്ചിരി സൂക്ഷിച്ച് നടക്ക്, നമ്മളിങ്ങനെ ഇച്ചിരി സ്പീഡിലോ അല്ല എന്തേലും ശ്രദ്ധിക്കാൻ നടക്കുന്ന നമ്മളെ ശ്രദ്ധിക്ക്, അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് നോക്കുന്നു. നമ്മൾ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ എന്തേലും ഇപ്പൊ ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ പോകുമ്പോഴാണെങ്കിലും അവര് മാറി തരുന്നു. അപ്പൊ അവർക്കത് റിയലി അത് ഫീൽ ചെയ്തത് കൊണ്ടാണല്ലോ അങ്ങനെ. നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് തന്നെ നല്ലതായിട്ട് ഡള്ളാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് ഡള്ളാക്കിയിരിക്കുന്നതാണെന്ന് ഒന്നും അവർക്കത് ഫീൽ ചെയ്യുന്നില്ല. അത് റിയൽ ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡി പിന്നെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാള് പോകുന്നു എന്നുള്ളത് മാത്രമാണ് അവർ മനസ്സിലാക്കിയത്. അപ്പം അതങ്ങനെ സംഭവിച്ചു, അതായി മാറാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ബാക്കി നമ്മളിപ്പോ ലുക്കിൽ വന്നാലും പെർഫോം ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. തീർച്ചയായിട്ടും. വേറൊന്നും റെഫറൻസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ ചുറ്റുപാടും കണ്ട കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാനാണ് ആ സ്റ്റേജിൽ എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത് നമ്മളങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് പിന്നെ പേഴ്സണലി തോന്നിയ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടപ്പം എനിക്കത് ചിലയിടത്ത് നമ്മൾ കണ്ടപ്പോ ഇത് ഞാൻ തന്നെയാണോ ചെയ്തതെന്ന് എനിക്ക് തോന്നി ചില സീൻസ് ഒക്കെ കണ്ടപ്പോ. പക്ഷെ എനിക്ക് പേഴ്സണലി അല്ലാതെ ചിന്തിക്കുമ്പം ഇതിലും നന്നാക്കാമായിരുന്നു, ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നെ കൊണ്ടെന്നുള്ളത് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അറിയില്ല, അതങ്ങനെ സംഭവിച്ചു, അങ്ങനെയായി, അത് വർക്കൗട്ടായി, അത് മറ്റുള്ളവരെ ടച്ച് ചെയ്തു എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷം. സിനിമാ ജീവിതത്തില് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വേദനിപ്പിക്കുന്ന അനുഭവം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പിന്നെ സ്ലിം ആണ് എന്നുള്ള കാര്യം കൊണ്ട് പലയിടത്തൊന്നും മാറ്റി ബോഡി നിർത്തപ്പോ ഷേമിംഗ് ഫേസ് ബോഡി ഷേമിങ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. മീൻസ് ഞാൻ അതങ്ങനെ എടുക്കാറില്ല. കാരണം എനിക്കിപ്പം ബേസിക്കലി വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഞാനിപ്പം ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് നമുക്കൊരു ഒരു കംഫോർട്ട് സോൺ ഉണ്ടല്ലോ. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് പിന്നെ ഓടിച്ചാടി നടക്കാനായിട്ട് എനിക്ക് ഈ ഒരു പേഴ്സണലി എനിക്ക് ഇതാണ് ഇഷ്ടം. ഇതിന്റെ അപ്പുറത്തേക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടെങ്കിൽ ഫിസിക് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്തുകൊണ്ടും. അതുകൊണ്ട് ഞാനിപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു ഇതിന്റെ പേരിൽ ഞാനിപ്പോ ഒരു 4 വർഷം ഒരു കൊറോണ ഒക്കെ തീർന്ന ഒരു സമയത്താണ് ഞാൻ ഇതിനു വേണ്ടി ആക്ച്വലി ശ്രമിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ശ്രമിച്ചപ്പോ പലരുമായിട്ടും കണക്ട് ചെയ്തപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാതെ പല ക്യാരക്ടറും പോയത് ആ ഒരു ഇതിന്റെ പേരില്ല. അപ്പൊ അതാണ് നമുക്ക് വിഷമം ഉണ്ടായ മൊമെന്റ്സ് എന്ന് പറയുന്നത്. സിനിമയില് വണ്ണം കൂടിപ്പോയാലും ആളുകൾ പറയും, കുറഞ്ഞു പോയാലും ആളുകൾ പറയും. നമുക്കത് അങ്ങനത്തെ അല്ലാതെ ഭയങ്കര ഹാർട്ട് ഫീലിംഗ് ആയ മൊമെന്റ്സുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ പേര് ശ്രമിക്കുന്ന ഒരു മേഖലയാണ്. എത്രയോ പേര് ആഗ്രഹിക്കുന്ന മൊമെന്റ്സ് ആണ്. ഇപ്പം നമ്മളിപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കാണെ പോലും അവരിലേക്ക് പോകേണ്ട ഒരു കഥാപാത്രം പലരെയും കൺസിഡർ ചെയ്തിരുന്നു, പലരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. പക്ഷെ ലാസ്റ്റ് ഡയറക്ടർ ചൂസ് ചെയ്ത് തന്നെയായിരുന്നു. പിന്നെ ചില മൊമെന്റ്സിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് പോകുമ്പോഴേ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ പല ഡേയുടെ വരുന്നുണ്ട്, പല ഇമോഷൻസിന്റെ കണ്ടിന്യൂറ്റി വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞാൻ ഓരോ സീൻ കഴിയുമ്പോഴും ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു,
ഇത് ഈ കണ്ടിന്യൂറ്റി ആണോ അതിന്റെ ഇത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരികയും നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുകയും ആ ഒരു സ്കെയിൽ അനുസരിച്ചിട്ട് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റിയപ്പോ അതൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ വളരെ നമ്മളെ കെയർ ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മളെ കോൺഫിഡന്റ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ ഇടപെട്ട് നമ്മളെ ഫ്രീ ആക്കി നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി തരുന്ന ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞത് അത് എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടീവായിട്ട് നിന്നാണ്. നമുക്കറിയാലോ ഡയറക്ടറും DOPയും ഒരു ഫിലിമിൽ അത്ര ഇമ്പോർട്ടന്റ്. അവര് രണ്ടുപേർക്കും നമ്മളിങ്ങനെ കട്ടക്ക് നമ്മളെ അവിടെ ലൊക്കേഷനിൽ സപ്പോർട്ടായിട്ട് നിന്നപ്പം ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പം റൈറ്റർ രാജേഷ് സാറാണ്. സാറാണേലും വന്നിട്ട് പറയുമായിരുന്നു ഇങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ മനസ്സിലായി കഴിയുമ്പോ ആണല്ലോ നമുക്കത് എത്രമാത്രം ഇന്റൻസിൽ അത് ചെയ്യണമെന്നുള്ളത് അറിയാൻ പറ്റുന്നത്. ശരിക്കും എങ്ങനത്തെ ക്യാരക്ടേഴ്സുകൾ ചെയ്യാനാണ് ആഗ്രഹം? ബോൾഡായ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ, അതോ സിമ്പിൾ ആയി അല്ല കോളേജ് റൂൾസ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുണ്ടോ? അല്ല എന്തും പോകണമല്ലോ, പോകണം. പോകണമെന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. തീർച്ചയായിട്ടും. കിട്ടുന്നതിനോട് നമ്മുടെ 100% കൊടുക്കാൻ പറ്റണമെന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. നമുക്കിപ്പോ വന്നാല് നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവണം എന്തായാലും. അതിപ്പം തീർച്ചയായിട്ടും. കോമഡി ആണേലും പിന്നെ നെഗറ്റീവ് ആണേലും എന്താണേലും പല ഷെയ്ഡ്സിലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഡെപ്ത് ഉള്ള കഥാപാത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹം. കിട്ടുന്നതിനോട് നമ്മൾ എന്താ പറയാ വിശ്വസ്തത പുലർത്താൻ പറ്റുക, അതിനോട് നമ്മുടെ 100% കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇനിയിപ്പോ വേറെ ഇൻഡസ്ട്രീസിൽ നിന്ന് ഓഫറുകൾ ഉണ്ടോ? ഇപ്പൊ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ പോയി ഒരുപാട് പേരെ പരിചയമാകുന്നു. അങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നിന്ന് ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ? അല്ല നമ്മള് ഈ കൊൽക്കത്ത ഫെസ്റ്റിവലിൽ പോയപ്പോ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. അത് നല്ല നമുക്ക് ഫ്യൂച്ചറിൽ അത് ഹെൽപ്പ് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം കൊൽക്കത്ത കൂടാതെ മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കും അതുപോലെ കർണാടക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ചെന്നൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇപ്പം പടം സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ അതില് മുംബൈയിലും പിന്നെ ഫെസ്റ്റിവലിൽ കർണാടകയിലും ബെസ്റ്റ് ആക്ട്രസും ബെസ്റ്റ് ഫിലിം ബെസ്റ്റ് ഡയറക്ടറും ഒക്കെ നോമിനേഷൻ വന്നിട്ടുണ്ടെന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പൊ അതൊക്കെ സന്തോഷമാണ്. അവിടെയും പോകുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റൂലോ. നമ്മളിപ്പം ഈ ഒരു ഇവിടെ നമ്മൾ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റുമ്പോ എപ്പോഴാണ് ഒരു കാര്യം അവർക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്നത് പറയാൻ പറ്റില്ലല്ലോ. അത് സന്തോഷമുണ്ട്. പിന്നെ അവിടുന്ന് പലരും ഈ പറഞ്ഞ സ്ക്രീനിങ്ങിൽ ജൂറി ആയിട്ടുള്ളവരും അല്ലാതെ അവിടെ വന്ന VIPs ഒക്കെ പടങ്ങൾ കണ്ടിട്ട് അവരും ഒക്കെ നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പം അതില് പിന്നെ ഗൗതം ഘോസാറ് വേറൊരു ഫെസ്റ്റിവലിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൂവി. അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാം നല്ലതിനാണ്. ഇതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ കണക്റ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല വർക്ക് ചെയ്ത അതും അല്ലാതെ നമുക്ക് പരിചയമുള്ള ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളും ഒക്കെ ആയാലും നമ്മളെ സപ്പോർട്ട് മാക്സിമം ഇത് ഫെസ്റ്റിവൽസിന് എത്തിക്കാനും ഒക്കെ അവരും പറയുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഒരു സന്തോഷം. നമ്മുടെ ഉയർച്ചയില് അവരും സന്തോഷിക്കുന്നു, അവരും കൂടെ നിൽക്കുന്നു എന്നുള്ളതാണല്ലോ. അതില് വളരെ സന്തോഷമുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ഷൻ വരെ ചെയ്തു. ഇനി അതിൽ നിന്ന് ഡിറക്ഷനിലേക്ക് ഒരു കയറ്റം ശ്രമിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? ശ്രമിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനുവേണ്ടി ഞാനൊന്നും ഇപ്പം അസിസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണെങ്കിലും ഞാൻ അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. പ്രൊഡക്ഷന് വേണ്ടിയാണെങ്കിലും ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. അത് എന്നിലേക്ക് വന്നൊരു കാര്യമാണ്. ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. പക്ഷെ ഫ്യൂച്ചറിൽ ഒരു മൂവി ചെയ്യണമെന്നുണ്ട്. അത് സമയവും കാലവും കാര്യങ്ങളും സാഹചര്യം അനുവദിച്ചാൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന് ഇനിയും എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പം നമ്മൾ ആക്ട് ചെയ്യുമ്പോഴാണെ പോലും ഞാൻ സെറ്റിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് തന്നെ ആയാലും ഫ്യൂച്ചറിൽ ഒരു പടം ഡയറക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ട് അതിനുവേണ്ടി അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. തുടക്കത്തിലെ തന്നെ ഡള്ളായ ക്യാരക്ടേഴ്സുകളാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാമറായ ക്യാരക്ടേഴ്സുകൾ ചെയ്യാനായിട്ട് താല്പര്യമില്ലേ? താല്പര്യമില്ലെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാം പോകുമെന്ന് പറഞ്ഞ പോലെ നല്ല കഥാപാത്രങ്ങൾ വന്നാൽ എന്തായാലും ചെയ്യും. അത് ഗ്ലാമറസ് എന്നോ അങ്ങനെയില്ല. പക്ഷെ നമുക്കത് നല്ലതാണ്. എന്റെ കരിയറിനെ ഹെൽപ്പ് ചെയ്യുന്നതാന്ന് തോന്നിയാൽ ചെയ്യണമെന്ന് തന്നെയുള്ളതാണ് എന്റെ ആഗ്രഹം. വരട്ടെ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അതെ. ഓക്കെ. ഹൈ റേഞ്ചിൽ നിന്ന് വളരെ ചൂടുള്ള നമ്മുടെ കൊച്ചിയിലേക്കുള്ള യാത്ര അനുഭവം എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫയർ ഉണ്ടല്ലോ, കൊച്ചിയിലെ നഗരത്തിന്റെ ചൂടിനേക്കാളും കൂടുതലായതുകൊണ്ട് അതങ്ങ് ബാലൻസ് ആയി പോകുന്നു. മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വന്നിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറണം, നല്ലൊരു നടിയായിട്ട് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന, അതിനോട് വിശ്വസ്ത പുലർത്തി നന്നായിട്ട് ചെയ്യുന്ന നല്ലൊരു പെർഫോമർ ആണ് എന്ന്
ലോകം അംഗീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവൂല്ലോ ഉള്ളില്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ഫയർ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ ചുറ്റു വരുന്ന കാര്യങ്ങൾ ചില മൊമെന്റിൽ നല്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഹെർട്ട് ചെയ്യും, ഫീൽ ചെയ്യും. പക്ഷെ അതിനെയൊക്കെ മറന്ന് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ഫയർ നമ്മളെ ഇങ്ങനെ പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇരിക്കുന്നു. അതാണ്. പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആളല്ലേ? ഒരു 2, 4 പാട്ട് പാടാവോ? പാട്ട് പാടാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ നമ്മൾ കൊടുത്ത ബിൽഡപ്പ് എല്ലാം പോവോന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. ധൈര്യമായിട്ട് പഠിക്കും. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട് നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട് നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി പോയി പോയേനേ നീയില്ലെങ്കിൽ ജന്മം പോലും മിന്നൽ കതിരുകളായി പോയേനേ. ലിറിക്സ് ഒക്കെ ഫോണിൽ നോക്കിയാലും തെറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കുക. താഴെ കമന്റ്സ് ഇട്ട് പൊങ്കാലിടുക. ഇത്ര നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുകയും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതിനേക്കാൾ മികച്ച ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളൊപ്പം ഉണ്ടാവും എന്നറിയാം. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആണേലും നിങ്ങളും എല്ലാവരും കൂടെ മുന്നോട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് എനിക്കും ചെയ്യാൻ സാധിക്കുന്നത്. താങ്ക് യു.